ഈ മാവ് നമ്മളിവിടെ കവറിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് രണ്ടാമത്തെ വർഷമാണ്. ഈ മാവ് 2 വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് കവറിലാവുമ്പോൾ ഇങ്ങനെ കായ്ക്കുന്നത് കേട്ടോ. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ വർഷം മുതൽക്ക് നന്നായിട്ട് മാങ്ങ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടത്. ഇത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളും പറയും ഞങ്ങൾക്ക് 1 വർഷം കൊണ്ട് തന്നെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇവിടുന്ന് കൊണ്ടുപോയ പല ആളുകൾക്കും മാങ്ങ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും. എന്താണെങ്കിലും ഒരു കാര്യം കാണാം, 3 വർഷത്തോടു കൂടി നമുക്ക് നന്നായിട്ട് മാങ്ങ കിട്ടുന്ന ഒരു മാവ് നമ്മളെ വീട്ടുമുറ്റത്തുണ്ടാവും. ഇത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. ഇത് കലാപ്പാടി മാവാണ് കേട്ടോ. പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ കായ്ച്ചു നിൽക്കുന്ന മാവാണ്. ഞങ്ങളുടെ അടുത്തൊരു 1000ഓളം തൈകൾ, ഇത്തരം തൈകളുണ്ട്. ഞങ്ങൾ മാംഗോ ഫെസ്റ്റിവലോട് ബന്ധപ്പെട്ട് ഈ മാവുകളൊക്കെ തന്നെ ഇവിടുന്ന് കയറിപ്പോവും, ആളുകൾക്ക് വാങ്ങിപ്പോവും. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കണ്ടമാനം മാവ് കയറി ഇവിടുന്ന് കൊടുത്തതാണ്. കലാപ്പാടി മാവ് മുഴുവൻ തീർന്ന സമയമാണ് ഞങ്ങളെ മാംഗോ ഫെസ്റ്റിവൽ. ഈ പ്രാവശ്യം ഞങ്ങൾ അതേ രീതിയിൽ തന്നെ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മാങ്ങ ഉള്ള മാവുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത്. ഒരുവിധം മാവിൻ്റെ മുകളിലൊക്കെ മാങ്ങയുണ്ട്. ഇതൊക്കെ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ കണ്ടില്ലേ, പൂത്ത് നിൽക്കുന്നു. ചെറിയ ഉണ്ണിമാങ്ങയുണ്ട്. അതൊക്കെ വിവിധ ഇനത്തിലുള്ളത്. ഏകദേശം ചെറിയ രീതിയിൽ മൂപ്പായ മാവുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ തന്നെ കായകളുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഇതുപോലെ കായുള്ളൊരു മാവ് വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെ കണ്ടാൽ ഒരു മാവ് വാങ്ങിയങ്ങാണ്ട് വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെച്ച് കുട്ടികൾ ആ വീട്ടുമുറ്റത്തു നിന്ന് മാങ്ങ പറിച്ചെടുക്കുന്ന ഒരു അനുഭവമൊക്കെ ആർക്കും സന്തോഷകരമാകുന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് ഉള്ള ഒരു അനുഭവം പറഞ്ഞില്ല. നാളെ ഒരു വീടിൽ താമസമാണ്, പുതിയ വീട്ടിലേക്ക് കയറി താമസമാണ്. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ചക്കയുള്ള ഒരു പ്ലാവ് ഒരാൾ കൊണ്ടുപോയി. ആ ചക്കയുള്ള പ്ലാവ് ആ വീട്ടിൽ കൊടുത്ത് അവിടെ അവരെ വീട്ടുമുറ്റത്ത് നടാനുള്ള സ്ഥലം പോലും ഒരുക്കിയിട്ടാണ് ഇയാൾ വന്നിട്ടുള്ളത്. അപ്പം എന്താണെങ്കിലും ആ ഒരു പ്ലാവ് ആ വീട്ടുമുറ്റത്ത് നട്ട് കഴിഞ്ഞാൽ ഈ കൊടുത്ത ആൾക്ക് എപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ അയാൾ കൊടുത്തിരുന്ന പ്ലാവ് കാണാൻ കഴിയും. അത് ആ വീട്ടിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഇത് ഈ ആൾ കൊടുത്തതാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതൊക്കെ തന്നെ പലപ്പോഴും അതേ രീതിയിൽ ഇത്തരം ഒരു മാവ് കൊണ്ട് കൊടുത്താൽ ഒരു എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഇനിയിപ്പോൾ നമ്മളെ കുട്ടികളെ ജന്മദിനത്തിനൊക്കെ ഇതുപോലൊരു മാവ് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ മാവ് നടിച്ചാൽ അതൊരു വലിയ അനുഭവമായിരിക്കും. കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ടുള്ളൊരു വലിയ ബന്ധം വരും. കുട്ടികൾ ആ മാവിനെ നല്ല രീതിയിൽ പരിചരിക്കും. സമൂഹത്തിൽ ഈ കുട്ടികൾക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കും. അങ്ങനെ നമ്മൾ ചെറിയ ഒരു പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വലിയ രീതിയിൽ തന്നെ കുട്ടികളെ മനസ്സിലേക്ക് വരികയും കുട്ടികൾ അത്തരം കാര്യങ്ങളിലേക്ക് താല്പര്യം കാണിച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കുട്ടികളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഉള്ള മാവുകളും സാധനങ്ങളും കൊടുത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഈ മാങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മാങ്ങ ഏറ്റവും രുചികരമായ മാങ്ങയാണ്. ഇതിൻ്റെ രുചി കൊണ്ട് തന്നെ ഈ ഒരു മാവ് വാങ്ങി വെച്ച ഒരാളും പിന്നോട്ട് പോയില്ല. അത് മാത്രമല്ല, അയൽവാസികളോടൊക്കെ തന്നെ നിങ്ങൾ അവിടെ പോയി നോക്കി പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്ന് ഒരു കലാപ്പാടി മാവ് വാങ്ങിക്കൊണ്ടുവരി എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കിവിടെ 50,000-ൽ കൂടുതൽ മാവിൻ്റെ തൈകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ 11ാമത്തെ വർഷത്തിലേക്ക് കടന്ന് ഈ 11 വർഷം കൊണ്ട് 50,000-ൽ കൂടുതൽ മാവിൻ്റെ തൈകൾ ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒരു കലാപ്പാടി മാവിൽ നിന്നാണ്. അന്നൊക്കെ പല ആളുകളും കലാപ്പാടി മാവ് അത്ര സുന്ദരമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു കാര്യം വ്യക്തമാണ്, കലാപ്പാടി മാവ് മാങ്ങൻ്റെ കൂടെ ഏറ്റവും രുചികരമായി കേരളത്തിൽ സെറ്റ് ചെയ്ത് ഒരു വീട്ടുമുറ്റത്തൊക്കെ വെച്ച് മാങ്ങ പറിച്ചെടുക്കാൻ കഴിയുന്നൊരു മാവാണ്. ഒരു കേടതിന് ഉണ്ടാവില്ല. അതാണ് വലിയത്. ഒരു പുഴുക്കുത്തൊന്നും അതിന് വല്ല വരില്ല. അതിൻ്റെ തോലിന് കുറച്ച് കട്ടിയുണ്ട്, ചെറിയൊരു അണ്ടി ഉണ്ടാവുള്ളൂ. മാങ്ങ വലിയ മാങ്ങയല്ല കേട്ടോ. അത് നമ്മൾ കാണണം. ചില ആളുകൾ വന്നാൽ പറയാം വലിയ മാങ്ങയുള്ള മാവ് ഏതാണ്, ആ ഒരു മാവ് തിരിയുന്ന പറയാം. അതിനേക്കാളൊക്കെ ഉപരി ഈ കലാപ്പാടി ഒരു മാവ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതുണ്ടല്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ മാങ്ങയായത്. ഇതൊക്കെ നല്ല അതായത് ഇതിൻ്റെ മുകളിൽ ഒരുപാട് മാങ്ങയുണ്ട് കേട്ടോ. അതൊക്കെ മാങ്ങകളാണ്. അവിടെയൊക്കെ അതാ കാണണം. ഇത്തരം ഒരു മാവ് വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ അതിൻ്റെ മുകളിലൊരു മാങ്ങ പറിച്ചെടുക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കാളികളാകാൻ കഴിയും. ഏറ്റവും രുചികരമായ ഒരു മാങ്ങ നമ്മളെ വീട്ടിൽ നിന്നും പറിച്ചെടുത്ത് പഴുപ്പിച്ച് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അത് ചെറുതല്ല. ഒരു കലാപ്പാടി മാവോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ നല്ല നല്ല ഇനം മാവുകളുണ്ട്. വിദേശ മാവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ളിൽ ഒരുപാട് ഇനം നാംടെക്കുമൈൻ്റെ ഗോൾഡൊക്കെ അവിടെ കാഴ്ച നിൽക്കുന്നുണ്ട്. അതുപോലെ മിയാസാക്കി അത് 100% ഞാൻ ഒറിജിനൽ മിയാസാക്കിയെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല.
അത് മാങ്ങ ഒരു മിയാസാക്കിയിൽ പറയുന്ന അതേ രീതിയിൽ മാങ്ങയാണെങ്കിൽ പോലും അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ആ മാങ്ങ നന്നായിട്ട് നിറയെ മാങ്ങയാവട്ടെ, മാങ്ങയായതിനു ശേഷം നമുക്ക് വീണ്ടും പറയാൻ കഴിയും. അപ്പോൾ ഇത്തരം മാവുകളെ നമ്മളിതിൻ്റെ ഇനിയിപ്പോൾ എന്താ കണ്ടേ, കലാപ്പാടിയൊക്കെ പൂത്ത് ഇങ്ങനെ വരുന്നു, അവിടെയൊക്കെ പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ കുറേ കാലങ്ങൾ ഒന്നോ രണ്ടോ മാവൊക്കെ നന്നായിട്ട് വെച്ചാൽ നമുക്ക് മാങ്ങ പറിച്ചെടുക്കാൻ കഴിയും. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് പോകാനും കഴിയും. വീട്ടുമുറ്റത്തേക്ക് വേണ്ടില്ലേ, ഇതിന് മുകളിലൊക്കെ നന്നായിട്ട് ചെറിയ ഉണ്ണിമാങ്ങകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നിറയെ ഉണ്ണിമാങ്ങ നന്നായിട്ടുണ്ട്. ചെറിയ മാങ്ങകളായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മാങ്ങയായിട്ട് മാറും. ഈ വേനലും കൂടി ആയതുകൊണ്ട് ഈ സമയത്ത് എന്താണെങ്കിലും അത് മാങ്ങിയാവും. അപ്പോൾ ഇത്തരം ഒരു മാവ് വാങ്ങി വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങി വെക്കാം. ഇത് ചില ആളുകൾ കൊണ്ടിട്ട് ബാരലിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ മണ്ണിൽ വെക്കുന്നുണ്ട്. മണ്ണിലാണ് വെക്കേണ്ടത്. മണ്ണിൽ വെച്ചാൽ നമുക്ക് കൂടുതൽ മാങ്ങകൾ കിട്ടും. നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ശേഖരിക്കാൻ പറ്റുന്നൊരവസ്ഥ 2-3 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാവും. അത്തരമൊരു മാവിനെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് ആലോചിക്കാൻ. ആ മണ്ണിൽ തന്നെ വെക്കാൻ കഴിയുമെങ്കിൽ മണ്ണിലാണ് വെക്കേണ്ടത്. ഇവിടെ വരുന്ന പല ആളുകളും പറയും നമുക്ക് ആകെ ഉള്ളത് 5 സെൻറ്റ് ഭൂമിയാണ്, ഒരു വീടുണ്ട്, ആ ടെറസിൻ്റെ മുകളിൽ വെച്ചുകൂടെ. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു കലാപ്പാടി മാവോ അതുപോലുള്ള മാവുകൾ, ഇനി ഏത് കലാപ്പാടി മാത്രമല്ല കേട്ടോ, ഇതിനുള്ളിൽ 100-ൽ കൂടുതൽ ഇനം മാവുകൾ ഇപ്പം നിലവിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഡ്രമ്മിലൊക്കെ തന്നെ സെറ്റ് ചെയ്യുക. അത്തരം മാവുകളെ നമുക്ക് പല വീടുകളിൽ നിന്നും ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് മാങ്ങയുണ്ടായി അതിൻ്റെ ഫോട്ടോനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം താല്പര്യമുള്ള ആളുകൾക്ക് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മാവും തൈ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. ആ അവസരം ഉപയോഗിക്കുക. അതിനുള്ളിലൊക്കെ തന്നെ ഇതൊക്കെ കലാപ്പാടി മാവുകളാണ് കേട്ടോ. വേണ്ടില്ലേ, ഇതൊക്കെ മാങ്ങ നല്ലതായിട്ട് മാങ്ങയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അവിടെയൊക്കെ മാങ്ങയാണ്. ഇത്തരം മാവുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കുളമ്പ് മാവാണ് ആ കാഴ്ച നിൽക്കുന്നത്, അപ്പുറത്തെ മാവ് വേറെ ഉണ്ട്. ഇതുപോലെ ഏത് ഇനം മാവ് വേണമെങ്കിലും നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിനുവേണ്ടി ഉള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്തുണ്ടായാൽ നല്ല മാവ് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കലാപ്പാടി തന്നെ ആവും നല്ലത്. നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കലാപ്പാടി നന്നായിട്ട് കായ്ക്കുന്നുണ്ട് എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ മാവിന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് സീഡ് ഗാർഡൻ കോംപ്ലക്സ് മുണ്ടേരി എന്നാട്ടോ. ഞാനവിടെ ജോലി ചെയ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ മാവിന് ആദ്യം പരിചയപ്പെട്ടത് അവിടെ നിന്നാണ്. ആ മാങ്ങ അന്നേ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നൊരു മാങ്ങയാണ്. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ശ്രമിച്ചത് കലാപ്പാടി മാവ് കൂടുതൽ വിതരണം ചെയ്യാമെന്നുള്ളതിലേക്കാണ്. പിന്നെ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒളോർവിനെ ശക്തിപ്പെടുത്താമെന്നാണ്. ഒളോർ മാവിന്ന് ഇപ്പോൾ ഞങ്ങൾ 700-800ഓളം തൈകൾ ഇപ്പോൾ പലപ്പോഴായിട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞ്. ഇപ്പം വീണ്ടും ഒരു 500ഓളം തൈകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാംഗോ ഫെസ്റ്റിവലോട് കൂടി അതിനും കൂടി വിതരണം ചെയ്യാനുള്ള താല്പര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൻ്റെ നമ്പർ 8078-160-440 ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും കൃത്യമായ വിവരം കിട്ടും. ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും.